നമസ്കാരം, ഞാൻ അരുൺ ശേഖർ. ജിലേബി എന്ന ചിത്രത്തിൻ്റെ രചനയും സംവിധാനവും ഞാൻ തന്നെയാണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ജിലേബി പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് എങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. തിയേറ്ററുകളിൽ നിന്നും നല്ല റെസ്പോൺസ് വരുന്നുണ്ട്, സന്തോഷം. ഈയൊരു സമയത്തിനും അല്ലെങ്കിൽ ഈയൊരു നിമിഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കുറേ ആൾക്കാർ ഇതിന് കാത്തിരുന്നത്. അതിൻ്റെ എല്ലാവിധ പോസിറ്റീവ് വൈബ്സും തിയേറ്ററുകളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് ഈസ്റ്റ് കോസ്റ്റിനെ പോലുള്ളൊരു വലിയൊരു ബാനർ ആകുമ്പോൾ തന്നെ ഒത്തിരി എത്തേണ്ട സ്ഥലത്ത് എത്തേണ്ട രീതിയിൽ തന്നെ ഇത് എത്തിയിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതിൻ്റെ എല്ലാ റിസൾട്ടും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവരെന്താണെന്ന് വെച്ചാൽ തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു മൂവിയാണിത്. കാര്യം നാട്ടുമ്പുറമൊക്കെ ആണെങ്കിൽ ചില ആൾക്കാർ ധാരണയുണ്ട്, നാട്ടുമ്പുറം സിനിമകൾ ഇപ്പോൾ തിയേറ്ററിൽ പോയിട്ട് എന്ത് കാണാനാണ്, DVD ഇറങ്ങുമ്പോൾ കണ്ടാൽ പോരെയെന്ന്. പക്ഷേ ഇത് അങ്ങനെ ഒരു സിനിമയാണെന്ന് പറയുന്നില്ല. സിനിമ ഏത് സിനിമയായാലും അത് തിയേറ്ററിൽ തന്നെ വന്ന് കാണുക, എൻജോയ് ചെയ്യുക. അതിനകത്ത് കുട്ടികളുടെ ഒരുപാട് തമാശകളുണ്ട്. ഈവൻ നമ്മൾ കണ്ടു മറന്ന കുറേ നാട്ടുമ്പുറ കാഴ്ചകളുണ്ട്. അതുപോലെ അനാവശ്യമായി ടെൻഷൻ അടിപ്പിക്കുന്ന ട്വിസ്റ്റുകളോ അങ്ങനെ തന്നെ ഒന്നും തന്നെയില്ല. അപ്പോൾ 2 മണിക്കൂർ തിയേറ്ററിൽ വന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു പടമാണ്. കണ്ടവർ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ ഒരു എന്താ പറയുക, തിയേറ്ററിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ കാണുക, എന്താ പറയുക, സന്തോഷിക്കുക. ഇതൊരു കർഷകൻ്റെ സിനിമയാണ് എന്ന ആൾക്കാർ, കാരണം ഞാനൊരു മലയാളി എന്നുള്ള പാട്ട് കണ്ട ആൾക്കാർ മുഴുവൻ അങ്ങനത്തെ ഒരു കാഴ്ചകൾ കാണാനായിട്ട് തിയേറ്ററിലേക്ക് എത്തുകയും, പക്ഷെ പിന്നീട് എവിടെ വെച്ചുകൂടി കഥയുടെ ഒരു സന്ദർഭം ഒരു റോഡ് മൂവിയുടെ ഒരു സ്വഭാവത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ബോധപൂർവം വെച്ചേക്കുന്ന ഒരു സസ്പെൻസോ അല്ലെങ്കിൽ ഒരു ഇതാണ് ചെറുതായിട്ട്. കാരണം വെച്ചാൽ യാത്ര ഇഷ്ടപ്പെടാത്ത ആരുമില്ല, എല്ലാവർക്കും തന്നെ യാത്രയാണ്. അത് 2 കുട്ടികളെയും കൊണ്ട് കുട്ടികളെ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഈ കഥാപാത്രം ഒരു വണ്ടിക്കുള്ളിലിട്ടുകൊണ്ട് 2 ജനറേഷനുകളും യാത്ര ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഒരു സുഖം അല്ലെങ്കിൽ അതിൻ്റെ ഒരു തമാശകൾ, അതിൻ്റെ ഒരു ഇഷ്ടക്കേടുകൾ, ഇതെല്ലാം നിറഞ്ഞൊരു യാത്രയുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഒത്തിരി പേർക്ക് അത് ഇഷ്ടമായിട്ട് അത് വിളിച്ചിട്ടുണ്ട്. കാരണം അവരുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു ചേഞ്ച് ഓവർ സിനിമയ്ക്ക് ഉണ്ടാവും എന്നുള്ളത് പ്രതീക്ഷിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഫണ്ണി റോഡ് മൂവിയാണ് നമ്മൾ മനഃപൂർവ്വം തന്നെ വെച്ച് തന്നെയാണ്. അത് ഹൈഡ് ചെയ്ത് വെച്ചത് ആക്ച്വലി. കാരണം വെച്ചാൽ റോഡ് മൂവി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന കുറേ സംഭവങ്ങളുണ്ട്, കുറേ വിഷ്വൽസ് ഉണ്ട്. നമ്മൾ ഒത്തിരി റോഡ് മൂവീസ് കണ്ട് എൻജോയ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിനേക്കാൾ ഉപരി ഇതിൻ്റെ ഒരു ഫ്രഷ്നെസ് എന്ന് പറയുന്ന ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ ജയസൂര്യയുടെ ക്യാരക്ടർ, അല്ലെങ്കിൽ അയാളുടെ ലൈഫ്, അയാളുടെ ആംബിയൻസ്, അതിൽ ഹൈലൈറ്റ് ചെയ്യുക. റോഡിലേക്ക് കടക്കുന്നത് അതൊരു ബോണസായിട്ട് കരുതട്ടെ എന്ന് വെച്ചിട്ടുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം തന്നെയായിരുന്നു. ബോധപൂർവം ഒരു കോമഡി സീക്വൻസുകളോ അല്ലെങ്കിൽ കോമഡിക്ക് വേണ്ടി ഒരു കഥാപാത്രമോ ആ കഥാപാത്രം കഷ്ടപ്പെട്ട് കോമഡി പറയുന്ന സിറ്റുവേഷൻസോ ഒന്നും തന്നെ നമ്മുടെ മനസ്സിൽ നിന്നല്ല, അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ പറയുന്നത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ശ്രീകുട്ടൻ്റെ കഥയാണ്. അയാളുടെ ലൈഫിലേക്ക് വരുന്ന 2 കുട്ടികളുടെ കഥയാണ്. അതിൽ അയാളുമായിട്ട് ബന്ധപ്പെടുന്ന അയാളുടെ സുഹൃത്തുക്കൾ വരുന്നുണ്ട്, അയാളുടെ അപ്പൂപ്പനും അയാളുടെ അമ്മാവ് വരുന്നുണ്ട്, അമ്മായി വരുന്നുണ്ട്, അമ്മ വരുന്നുണ്ട്. ഇവരൊക്കെ നമ്മുടെ സ്വന്തം അമ്മമാരെ പോലെയും അമ്മായിമാരെ പോലെയും തന്നെ, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ അതുപോലെയൊക്കെ തന്നെ. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ എത്രയോ ഫ്രണ്ട്സ് നമ്മുടെ അടുത്ത് പറയുന്ന ഓരോ തമാശകൾ സിനിമയിൽ പോലും വരാത്ത എത്രയോ തമാശകൾ പറയുന്നുണ്ട്. അതുപോലെ രസികന്മാരായിട്ടുള്ള കുറേ കഥാപാത്രങ്ങൾ ജീവിക്കുന്ന ഏതൊരു നാട്ടിൻപുറം പോലെ തന്നെയാണ് നമ്മുടെ ശ്രീകുട്ടൻ്റെ ചുറ്റുപാടും. അപ്പോൾ അവിടെ കോമഡിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സിനിമയിൽ കുറച്ച് മൈലേജ് കിട്ടാൻ അങ്ങനെ നമ്മൾ ശ്രമിക്കേണ്ട, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അത് അങ്ങനെ വന്നു. സ്ക്രിപ്റ്റിൽ കുറേ വന്നിട്ടുണ്ട്. പിന്നെ ജയസൂര്യ പോലുള്ള ധർമ്മജനെ പോലുള്ള ആൾക്കാർ വന്നപ്പോൾ കുറച്ചും കൂടി ഇമ്പ്രവൈസായി നല്ല രീതിയിൽ. ഇവൻ KPC ലളിത ചേച്ചി വരെ ഗംഭീരമായിട്ട് കുറേ സീക്വൻസുകൾ ഇമ്പ്രവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിച്ചതാണ്, അതല്ലാതെ വേറൊരു പ്ലാനും ഉണ്ടായിട്ടില്ല. സമീപകാലത്തോ അല്ലെങ്കിൽ നമ്മൾ ഏത് കാലഘട്ടത്തും കുട്ടികളുടെ മൂവി കാണാൻ ആൾക്കാർക്ക് ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കുട്ടികളുടെ പടമാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പിൻവലിക്കൽ ഉണ്ടാവാറുണ്ട്. അധികം അവാർഡിന് വേണ്ടി
ചെയ്യപ്പെടുന്ന സിനിമകൾ, അല്ലെങ്കിൽ എന്താ പറയുക, കുട്ടികൾ മാത്രം, സ്കൂൾ കുട്ടികൾ മാത്രം കാണേണ്ട സിനിമകൾ, അങ്ങനെയൊക്കെ നമുക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജനറേഷനിലെ കുട്ടികൾ മിസ്സാവുന്ന അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും അത് തിരിച്ചറിയാതെ പോകുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ കളിച്ച് വളർന്ന, നമ്മുടെ പ്രായത്തിലുള്ള ആൾക്കാർ കളിച്ച് വളർന്ന ഒരു സാഹചര്യം അവർക്കില്ലെന്ന്. അവരെല്ലാം ഗാഡ്ജറ്റ്സിൻ്റെ പുറകെയാണ്. കാരണം അതാണ് ലോകം എന്നാണ് ലോകം അവരെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുട്ടികൾ, നമ്മളെ ഏത് രാജ്യത്തെയായാലും അവർ കാണേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, എസ്പെഷ്യലി മലയാളി കുട്ടികളാണെങ്കിൽ സ്വന്തം നമുക്ക് കുറച്ച് അഹങ്കാരത്തോടുകൂടി തന്നെ പറയാം, നമ്മൾ ഈ തോടിലും പാടത്തും ഒക്കെ കളിച്ച് വളർന്ന സംഭവം നമ്മൾ അഹങ്കാരത്തോടുകൂടി ഓർമ്മിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തെ കുട്ടികൾക്ക് ഒന്നുമില്ല. അവർക്ക് ഓർക്കാൻ പുതിയ പുതിയ മൊബൈൽസിൻ്റെ കാര്യങ്ങളും പുതിയ ആപ്ലിക്കേഷനും പുതിയ ഗെയിംസിനെ കുറിച്ചാണ് അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ രണ്ട് കുട്ടികൾക്ക് ലൈഫിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ രണ്ട് കുട്ടികൾ ഇതൊന്നും അല്ലാത്ത വേറൊരു ലോകത്തിലേക്ക് പറിച്ച് നടപ്പെടാണ് ഒരു 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 വൺ ഓഫ് ദി ഡേ. സോ അവർ കാണുന്ന കാഴ്ചകൾ, ആ കാണുന്ന കാഴ്ചകളെ അവരുടെ കണ്ണിൽ കൂടെ തന്നെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് ആയിട്ടുള്ള ആൾക്കാരും അവരുടെ കുട്ടികൾ എന്തൊക്കെയായിരിക്കും മിസ്സായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും അവർക്ക് നഷ്ടപ്പെടുന്നുണ്ടാവുക, അവർ തീർച്ചയായിട്ടും അവരും ചിന്തിക്കും. അതിനനുസരിച്ച് എന്താ പറയുക, പുറത്തിറങ്ങി കളിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് പ്ലേ ഔട്ട്ഡോർ എന്ന് പറയുന്ന ആ ഒരു സാധനം, മണ്ണിൽ കിടന്ന് കളിക്കുക, അതൊന്നും ഇന്ന് ഇല്ല. അപ്പോൾ അതിലേക്കൊക്കെ ഒരു എന്താ പറയുക, ആരെങ്കിലും ഒന്നാണ് മനസ്സ് മാറി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും ഈ ജിലേബി കൊണ്ട്. ജിലേബിയിലെ പാട്ടുകൾ ശ്രദ്ധിക്കപ്പെടണം എന്നുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ കഥ ഫോം ചെയ്തപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. ഏതൊരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പടത്തിലെ പാട്ടുകൾ, എല്ലാ പടത്തിലും അങ്ങനെ തന്നെയാണ്, അറ്റ്ലീസ്റ്റ് ആദ്യമായിട്ട് ചെയ്യുന്ന സ്വപ്നം കണ്ട് വന്ന ആ ഒരു പ്രോജക്റ്റ് വർക്കാ വന്നു. അതിൽ പാട്ടുകൾ എല്ലാവരും മൂളി കൊണ്ട് നടക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചധികം ശ്രദ്ധ അതിന് ഞാൻ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ശ്രീകുട്ടൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ സോങ്, ജയസൂര്യ അവതരിപ്പിക്കുന്ന ക്യാരക്ടറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ സോങ് ഒരു പാട്ടാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയാൾ എന്താ പറയുക, പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ഒട്ടും ശ്രദ്ധ കൊടുക്കാതെ ഞാനൊരു മലയാളിയാണെന്നുള്ള അഹങ്കാരത്തോടുകൂടി ജീവിക്കുന്ന ഒരു കഥാപാത്രം. അയാളുടെ മണ്ണും അയാളുടെ കൃഷിയും തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലുതെന്നും അതിനപ്പുറത്ത് വേറൊരു ചിന്തകൾ അയാൾക്ക് വേണ്ടെന്നും അങ്ങനെ ജീവിക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ ആ ഒരു അഹങ്കാരമാണ് ഞാനൊരു മലയാളി എന്നുള്ള പാട്ട് ജനിക്കാനും കാരണം. അത് എന്താ പറയുക, ലോകമെമ്പാടുമുള്ള മലയാളികൾ എടുത്തത് അതൊരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം അത്രയും നല്ല സിമ്പിളായിട്ടുള്ള ലൈൻസ് എന്ന ഒറ്റ പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലോട്ട് എടുക്കുന്നതും ഓർമ്മകളിലേക്ക് പോകുന്നതുമായിട്ടുള്ള വരികൾ എഴുതിയ വിജയൻ ചേട്ടനാണ് അതിൻ്റെ ഒരു എന്താ പറയുക ഫസ്റ്റ് ഒരു ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. പിന്നെ ആ വരികളിലെ എന്താ പറയുക, ഇമാജിൻ ചെയ്യുന്നതിനേക്കാളും അപ്പുറത്തെ മ്യൂസിക് കൊണ്ട് അതിനെ വളർത്തിയ ബിജിപാൽ രണ്ടാമത്തെ ഒരാളാണ്. അപ്പോൾ ഇത് വന്നപ്പോൾ ജനങ്ങൾ, ഈവൻ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുള്ള യങ്സ്റ്റേഴ്സ്, ചെറുപ്പക്കാർക്ക് ഈ പാട്ട് ഇഷ്ടപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കുറച്ച് നേരം മുമ്പ് ഏകദേശം ഒരു 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ജിലേബി എന്ന് കേട്ടപ്പോൾ എന്തോ ഒരു സിനിമ വരാൻ പോകുന്നതിൽ കവിഞ്ഞ് പ്രത്യേകിച്ച് ഒരു അട്രാക്ഷൻ തോന്നിയൊന്നുമില്ല. പക്ഷേ പാട്ട് ആദ്യം കണ്ടപ്പോൾ ഇതിനകത്ത് എന്തോ ഉണ്ട്. അപ്പോൾ ചെറുപ്പക്കാരനായിട്ടുള്ള ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ പാട്ടിൽ ഒരുപാട് പച്ചപ്പ് കാണുന്നു, അല്ലെങ്കിൽ പണ്ട് അച്ഛനമ്മമാർ പറഞ്ഞ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്, ഇത് കാണാൻ തോന്നുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു പറഞ്ഞു. അത് ജസ്റ്റ് കേട്ടപ്പോൾ വീണ്ടും വീണ്ടും ആ പാട്ട് കാണാൻ തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ എല്ലാവർക്കും. എൻ്റെ കുറേ സുഹൃത്തുക്കൾ, ദുബായിലെ കുറേ സുഹൃത്തുക്കൾ, അവർ പറഞ്ഞാൽ ഇതെല്ലാം ഇട്ടെറിഞ്ഞ് നാട്ടിൽ പോയാലോ എന്ന് വരെ ആലോചിച്ചു എന്ന് പറഞ്ഞു. ജയസൂര്യയുടെ കുറേ സുഹൃത്തുക്കൾ അങ്ങനെ പറയണ്ടേന്ന് പറഞ്ഞു. കാരണം അതിലേക്കൊരു ഒരു പിടിച്ച് എന്താ പറയുക, പഴയ കാലത്തിലോട്ട് ഒന്ന് തിരിഞ്ഞ് പോകാൻ തോന്നിക്കുന്നൊരു പാട്ട്, അത് വലിയൊരു സഹായമായി ജിലേബി കൊണ്ട്. പിന്നെ അതിനകത്ത് രണ്ടാമത്തെ പാട്ട് സൈക്കിൾ വന്ന് ബെല്ലടിച്ചു, അതും സന്തോഷ് വർമ്മയെ പോലുള്ള വലിയൊരു ലിറിസിസ്റ്റിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ പറ്റിയതിലും വലിയൊരു ഭാഗ്യമാണ്. കാരണം അത്ര രസകരമായിട്ടാണ് അതിൻ്റെ വരികൾ. ഏതൊരു 2 വയസ്സുള്ള കുട്ടികൾക്ക് വരെ മൂളാൻ പറ്റുന്ന രീതിയിലുള്ള വരികളാണ് അത് എഴുതിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അതും നമ്മൾ പ്രതീക്ഷകൾ അപ്പുറത്ത് ഹിറ്റായി. അപ്പോൾ സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ പാട്ടുകൾ ശ്രദ്ധിക്കപ്പെടുന്നു. ഇനി മെലഡി വരികോമല എന്നുള്ള സോങ് എല്ലാവർക്കും വളരെയധികം വെച്ചാൽ അതിനകത്തൊരു ഓരോരുത്തരുടെ മൂഡ് അനുസരിച്ചാണ് ആ പാട്ടിനെ ആൾക്കാർ കാണുന്നത്. ഇപ്പോൾ ഒരു മിസ്സിങ് ഫാക്ടർ അതിനകത്തുണ്ട്, ഒരു ഇമോഷൻസ് ഉണ്ട്. അപ്പോൾ ആ വരികോമല എന്നുള്ള പാട്ടും ശശികല മേനോൻ വളരെ മനോഹരമായിട്ട് എഴുതി തന്നു. അത് ഗംഭീരമായിട്ട് ബിജുപാൽ മ്യൂസിക് ചേഞ്ച് ചെയ്തു. അപ്പോൾ ഓവറോൾ ജിലേബിയിലെ പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം.
ഇതുപോലെ തന്നെ ഇനിയുള്ള പ്രോജക്റ്റിലും സംഭവിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ ജയസൂര്യ കൂടാതെ ഇതിനകത്ത് നമുക്ക് രമ്യ നമ്പീശനുണ്ട്, പിന്നെ KP ലളിത ചേച്ചിയുണ്ട്. ചേച്ചിയാണ് ജയസൂര്യയുടെ അമ്മയായിട്ട് അഭിനയിക്കുന്നത്. അതും പെട്ടെന്ന് തന്നെ പറയാം, കാരണം വെച്ചാൽ ലളിത ചേച്ചി അമ്മയായിട്ട് മാറുമെന്നോ അല്ലെങ്കിൽ ലളിത ചേച്ചി ഈ പ്രോജക്റ്റിൽ വരുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ തന്നെ നമ്മൾ എഴുതി വെച്ച ജയസൂര്യയുടെ അമ്മ ശാരദ എന്ന് പറഞ്ഞ ക്യാരക്ടർ വേറൊരു നല്ലൊരു സംഭവത്തിലോട്ട് വളർന്നു. അതുപോലെ അമ്മാവനായിട്ട് വിജയരാഘവൻ ചേട്ടനുണ്ട്, ഷാരിയുണ്ട് അമ്മായിയായിട്ട്, ജയസൂര്യയുടെ ക്യാരക്ടറിൻ്റെ അമ്മായിയായിട്ട്. പിന്നെ സുഹൃത്തായിട്ട് ധർമ്മജനുണ്ട്, പിന്നെ വീട്ടിലെ പണിക്കാരനായിട്ട് ശശി കലിംഗ ചേട്ടനുണ്ട്. അങ്ങനെ ഒത്തിരി ആൾക്കാർ, നമുക്ക് പരിചയമുള്ള ഒത്തിരി ആൾക്കാർ ഇതിനുണ്ട്. പരിചയത്തിനേക്കാൾ ഉപരി അതിനപ്പുറത്ത് ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ ഇതല്ലാതെ വേറെ ആരുമില്ലാന്ന് തോന്നിക്കുന്ന രീതിയിൽ തന്നെയാണ് അവരുടെ പെർഫോമൻസും. പിന്നെ അതിനകത്ത് എല്ലാത്തിലുപരി ജയസൂര്യയുടെ ആ ക്യാരക്ടറായിട്ട് അവർക്ക് ഒപ്പം നിൽക്കുന്ന 2 കുട്ടികൾ, ആ കുട്ടികൾ തന്നെയായിരുന്നു ഇതിനകത്ത് ഈ പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിപ്പിച്ച 2 കാസ്റ്റും. ഇതാരായിരിക്കണം എന്നുള്ളത്. ഓഫ് കോഴ്സ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി ഗൗരവിന് കൊടുത്തായിരുന്നു. ഗൗരവ് ഓക്കെ ആയിരുന്നു, ഗൗരവ് ഫ്രീ ആയിരുന്നു. ഗൗരവ് നമുക്ക് ഒരു എന്താ പറയുക, പാച്ചു എന്ന ക്യാരക്ടർ അടിച്ചു പൊളിച്ച് തകർത്ത് കൈ തന്നു ഗൗരവ്. ദെൻ അമ്മു ആയിട്ട് ആര് ചെയ്യും? സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല ടെൻഷനായിരുന്നു. കാരണം പുതിയൊരു പെൺകുച്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കായിരുന്നു. പക്ഷേ എഴുതി വന്നപ്പോൾ എപ്പോഴൊക്കെയോ അമ്മുവിൻ്റെ സംസാരങ്ങളും ശൈലികളും എൻ്റെ മോളുടെ സ്വഭാവം കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നി, സയൂരിയുടെ. അപ്പോൾ സയൂരി എന്തുകൊണ്ട് ആയിക്കൂടാ എന്ന് എല്ലാവരും ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനൊന്നും അത് നോക്കാമെന്ന് പറഞ്ഞിങ്ങനെ വെച്ചിരുന്നു. അതിനിടയിൽ എനിക്കൊരു പരസ്യചിത്രം ചെയ്യാൻ പറ്റി. അതിനകത്ത് സയൂരി ചെയ്യുകയും ചെയ്തു, നന്നായി ചെയ്യുകയും ചെയ്തു. അപ്പോൾ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ദെൻ നേരെ ഒന്നും ആലോചിച്ചില്ല, അമ്മു നേരെ സയൂരിൻ്റെ കയ്യിൽ അങ്ങനെ കൊടുത്തു. സയൂരി അത് മാക്സിമം നന്നാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ളതിനും സന്തോഷമുണ്ട്. ഇതൊക്കെയാണ് ഇതിനകത്ത് കഥാപാത്രങ്ങളുടെ അത് അവതരിപ്പിച്ച ആൾക്കാരുടെ ഒരു ഡീറ്റെയിൽസ്. കുസൃതി കാട്ടും കുട്ടിപ്പടയൊത്ത